അതാ അന കുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതി. നിങ്ങളിന്ന് ശരിക്കും ഉറങ്ങലുണ്ടാവില്ല കേട്ടോ. ബിഹാറം വ തൂഫാനൻ അലാ കഫി ഖുദ്റതി. ദാ ഫതുഹുൽ ഗൈബിന്റെ ലാസ്റ്റ് നോക്ക്, ബൈത്ത് മുഹിയുദ്ദീൻ ശൈഖ എന്താ പറഞ്ഞേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ കപ്പൽ സഞ്ചരിച്ചത് അലാ കഫി ഖുദ്റതി, എന്റെ ഖുദ്റത്തിന്റെ മേലാണല്ലോ. അപ്പൊ നൂഹ് നബിയെ കാട്ടിയും വലിയ ആളാ നിങ്ങൾ ഫത്വ പറക്കൂലേ? മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞു ഞാനാണ് രക്ഷപ്പെടുത്തിയത്. അത് കളവാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞ ഗ്രന്ഥാണിത്, ഫതുഹുൽ ഗൈബ്. ഈ ഗ്രന്ഥത്തിൽ കാണാ അനകുന്തു ബഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വ തൂഫാനൻ അലാ കഫി ഖുദ്റതി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് ജീലാനി പറയാണ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിലുണ്ടായപ്പോ ഞാനും ആ കപ്പലിലുണ്ടായിരുന്നു, ഞാനും നൂഹ് നബിയോടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അന്ന് പ്രസവിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആ പറഞ്ഞതിന്റെ അർത്ഥം വ്യക്തമാണ്, ഒരു ആലങ്കാരിക പദപ്രയോഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നൂഹ് നബി, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് ജീലാനി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്, അല്ലേ? റസൂലുള്ളാഹിന്റെ പൗത്രനാണ്. അള്ളാഹിന്റെ റസൂലിന്റെ നുത്ഫത്ത് ആ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ആ റസൂലുള്ളാഹിൽ നിന്ന് വരുന്നയാളല്ലേ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് ജീലാനി. അപ്പൊ അവരോടുകൂടെ ബഹുമാനപ്പെട്ടവരും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. ഇതാണ് ആ പറഞ്ഞത്. അതല്ലാതെ ഞാൻ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, ഈ വരിയിൽ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മങ്കൂസ് മൗലിദിൽ പറഞ്ഞതിന് എതിരുമല്ല. അപ്പോഴാണ് ചോദ്യം, പരിശുദ്ധ ഖുർആൻ പറയുന്നതോ ഫഅൻജയ്നാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൽ ലിൽ ആലമീൻ. ആ നൂഹ് നബിയെയും കപ്പലിനെയും കപ്പലിലുള്ള ആളുകളെയും രക്ഷപ്പെടുത്തിയത് ഞാനാകുന്നു നല്ല പറയുന്നു. അതുകൂടി എതിരാകണില്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ അള്ളാഹു അല്ല രക്ഷപ്പെടുത്തിയത്, മുഹയ്യിദ്ദീൻ ശൈഖാണ് അല്ലെങ്കിൽ റസൂലാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എത്രയേ പറഞ്ഞുള്ളൂ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുല് ചെയ്തു, സഹായം തേടി, അതുണ്ടായത് തന്നെയാണ്. അപ്പൊ അള്ളാഹു രക്ഷപ്പെടുത്തും ചെയ്തു. രക്ഷപ്പെടുത്തിയതാരാ? അള്ളാഹുവാണ്. അതിന് കാരണം എന്താ? റസൂലിനെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുല് ചെയ്തു, സഹായം തേടി, അതുണ്ടായത് തന്നെയാണ്. അപ്പൊ അള്ളാഹു രക്ഷപ്പെടുത്തും ചെയ്തു. രക്ഷപ്പെടുത്തിയതാരാ? അള്ളാഹുവാണ്. അതിന് കാരണം എന്താ? റസൂലിനെ കൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാം തവസ്സുല് ചെയ്തതാണ്. എവിടെ വൈരുദ്ധ്യം? ഇത് വൈരുദ്ധ്യമാണ് എന്ന് പറയുന്നവർ കഴിക്കുന്നത് ഭക്ഷണമാണോ എന്ന് പരിശോധിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. സഹോദരന്മാരെ, വൈരുദ്ധ്യം എന്താന്ന് പറഞ്ഞാൽ തിരിയണ്ടേ? മലയാള പദം പോലും ഇയാൾക്ക് അറിയില്ല.